നമ്മളങ്ങനെ ശങ്കരാചാര്യ ഗേറ്റിൻ്റെ അടുത്തെത്തി. നമ്മളിനി ഇന്ത്യയിലേക്ക് കയറാൻ പോവാണ്. ഇവിടെയൊക്കെ ചെക്കിങ് ഉണ്ട് കേട്ടോ. वो मेरा कैमरा है। Medicine. It's pleasure and hope you will meet very soon over here, right? And I'll definitely call you with my marriage. Okay, it's okay. 1 month before, right? You have to be there. ഓക്കെ, നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ബാഗ് ഇതാ ആ വണ്ടീൻ്റെ മുകളിലേക്ക് കയറിയിട്ടോ. ഗൈസ് നമ്മളിതാ വെറും അപകടം പിടിച്ച വഴി കൂടെയൊക്കെ വന്ന്. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി നിർത്തി അവിടെ നിന്ന് അതാ കുറച്ച് കടല പുഴുങ്ങിയത് തിന്നാണ്. ഇത് നേപ്പാളത്തെ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ആട്ടോ. ഇത് പല രീതിയിൽ കഴിക്കാം നമുക്ക്. ഇത് വേക്കലുണ്ടല്ലേ ഗൈസ്, ബെസ്റ്റ് ടൈമാണ്. ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ ഉണ്ട് ബിർഗഞ്ചിലേക്ക്. പഞ്ചറായിട്ടോ ടയർ കണ്ടല്ലേ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് നമസ്കാരം. ഞാനിന്ന് നേപ്പാളിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് പോവാണ്. ഞാനിപ്പോൾ നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണുള്ളത്. ഇനി ഇവിടെ നിന്ന് ബീഹാറിലെ റെക്സോൾ ബോർഡറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ 4-5 ദിവസം നമ്മുടെ അഖിലേഷ് ജീൻ്റെ കൂടെയായിരുന്നു. അഖിലേഷ് ജീൻ്റെ ഇവിടുത്തെ റൂമിലായിരുന്നു. അപ്പം ഇന്നുകൊണ്ട് തിരിച്ച് റെക്സോളിലേക്ക് പോവാണ്. അപ്പം നിങ്ങൾ വീഡിയോ മാക്സിമം മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൊണ്ട് അമർത്തിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ബസ് കിട്ടുമോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വണ്ടി കിട്ടുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അഖിലേഷ് ജി എനിക്ക് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി തന്ന്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വേർപിരിഞ്ഞ് പോവുകയാണ്. അപ്പോൾ എന്നെ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് ഒരു ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. താങ്ക് യു അഖിലേഷ് ജി ഫോർ എവറിത്തിങ്. It's my honor and it's pleasure and hope you will meet very soon over here, right? And I'll definitely call you with my marriage. Okay, it's okay. 1 month before, right? You have to be there. Okay. Sure. Thank you. And just come with Saraj and everyone's dying from there, and it's my great honor. And like now I think after a few days you are leaving now, and I still for 2 days now I will like some memory still. So I wish you continue to stay over few more days, nah? That will be great for me. Great honor. Anyway, thank you for everything. It's my pleasure. It's my great honor. Okay. You know? And hope the more the people from Kerala will get visited because Kerala I know is a girls' own country. I have been there for 4 years, but now the Kathmandu girls' own city. Yeah, God's own city. So let's collaborate both, nah? That will give you the optimum, you know, the faith on the girls and everything, right? So, okay. Okay. ബൽക്കു എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിട്ടോ. ഇവിടെ ബസ് ഇറങ്ങിയതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറേ ഇതുപോലത്തെ ഷെയർ ടാക്സികളുണ്ട്. സംഭവം ഈ പകൽ സമയത്ത് ബസ്സുകൾ വളരെ കുറവാണ്. കാരണം റോഡും ട്രാഫിക്കും അതേമാതിരിയാണ്. അതുകൊണ്ട് ബസ്സുകൾ വളരെ കുറവാണ്. ഇതുപോലത്തെ ഷെയർ ടാക്സികളാണ്. ആദ്യം 800 വേണമെന്നൊക്കെ അവർ പറഞ്ഞ് 650 സെറ്റാക്കിയിട്ടുണ്ട്. 650 സെറ്റാക്കിയിട്ടുണ്ട് ബീർഗഞ്ച് വരെ. ഇവിടുന്ന് ഏകദേശം 5 മണിക്കൂർ എടുക്കുന്ന കേട്ടോ പറഞ്ഞത്. ജസ്റ്റ് 140 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ റോഡ് കണ്ടീഷൻ അത്രയും മോശമാണ്. അതുകൊണ്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടോ. അങ്ങനെ ടിക്കറ്റ് ഓൾറെഡി ഫസ്റ്റ് ബുക്ക് ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മുടെ ബാഗ് ഇതാ ആ വണ്ടീൻ്റെ മുകളിലേക്ക് കയറിയിട്ടോ. കണ്ടല്ലേ, ഈ വണ്ടിക്കാണ് ഞാൻ ബീർഗഞ്ച് വരെ പോകുന്നത്. ബീർഗഞ്ചിൽ നിന്ന് പിന്നെ റെക്സോളിലേക്ക് ജസ്റ്റ് ഒരു 5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി സ്റ്റാർട്ടാക്കി. സമയം 12:30 ആട്ടോ. നമ്മൾ നേപ്പാളിൽ നിന്ന് വിട പറയുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ബൽക്കു എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുന്ന് ബിർഗഞ്ച് വരെയാണ് ഈ വണ്ടി കിട്ടുക കേട്ടോ. നേപ്പാളി പൈസ 650 റുപ്യയായി. ഇതിലാണ് പോകുന്നത്.
ഒരു 5-6 കിലോമീറ്റർ പോകുന്നപ്പോൾ വണ്ടി ഒന്ന് സൈഡാക്കിട്ടോ. സൈഡാക്കിയ തൊട്ട സൈഡിൽ തന്നെ ഫുട്ബോളിൻ്റെ എന്തോ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. കാണിച്ചുതരാം. ini lor karena dan mau koi dah 55,000 പോലീസ് ചെക്ക് പോസ്റ്റിന് കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെ വണ്ടി നിർത്തിയത്. menang maksudnya aja menang pun mereka റോഡിൻ്റെ കണ്ടീഷൻ വളരെയധികം മോശമാണ് കേട്ടോ. ഫുള്ള് പൊടിയും കട്ട് റോഡാണ്, ഓഫ് റോഡാണ്. നമ്മളിങ്ങനെ ചാടിയാണ് പോകുന്നത്. പോകുന്ന വഴിയിലൊക്കെ റോഡ് പണി നടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫുള്ള് പൊടിയാണ്, പിന്നെ ഫുള്ള് ഓഫ് റോഡുമാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുപോലത്തെ ചെറിയ വണ്ടിയിൽ പോകുന്നത്. കാരണം നമുക്കിങ്ങനെ ചാടി നമുക്ക് തന്നെ വയ്യാണ്ടാവും. അത്രയും മോശമായിട്ടുള്ള വഴിയിലായിട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഒരു മലയൊക്കെ കയറി ആ മലേൻ്റെ സൈഡിൽ കൂടെ പോകുന്നത്. ഫുള്ള് പൊടിയാണ്, പൊടിയും. നമ്മളെ വണ്ടി ഇപ്പോൾ ഒരു പുഴേൻ്റെ സൈഡിൽ കൂടിയാണ് പോകുന്നത്. വെള്ളം കയറിയിട്ട് കണ്ടില്ലേ, റോഡൊക്കെ പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. മുകളിൽ കൂടെ പോകുന്ന റോഡാണ് കേട്ടോ. നമ്മളിപ്പോൾ ഫുള്ള് പുഴേൻ്റെ സൈഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൂടെയാണ് കേട്ടോ വന്നത്. ഫുള്ള് ഇങ്ങനത്തെ വഴിയാണ്, റോഡൊന്നും ഇല്ല കറക്റ്റായിട്ട്. അല്ല, റോഡ് പൊളിഞ്ഞു പോയിക്കാണ് വെള്ളം വന്നിട്ട്. ഗൈസ്, നമ്മളിതാ വെറും അപകടം പിടിച്ച വഴി കൂടെയൊക്കെ വന്ന് നമ്മളെ വണ്ടി ഇതൊരു സ്ഥലത്തെത്തിയാണ്. ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ വണ്ടി കഴുകുന്നുണ്ട് കേട്ടോ. അതുപോലത്തെ പൊടി കൂടെയൊക്കെ വന്നത്. കുറേ സ്ഥലത്തൊന്നും റോഡില്ല. റോഡൊക്കെ മഴ പെയ്തിട്ട് വെള്ളം പുഴയിൽ കൂടെ പോയിട്ട് ഇടിഞ്ഞ് വീണിക്കുക. എന്നിട്ട് ആ പുഴയിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് മഴക്കാലത്ത് റൂട്ട് ഭയങ്കര റിസ്ക്കാണ് തോന്നുന്നുണ്ട്. ഇപ്പം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുഴേൻ്റെ സൈഡിൽ കൂടെ ഓഫ് റോഡിലൂടെയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇതാണ് നമ്മൾ പോകുന്ന വണ്ടി. ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 90 കിലോമീറ്റർ ഉണ്ട്. എന്താ അവസ്ഥ അറിയില്ല. ഗൈസ്, നമ്മുടെ വണ്ടി നിർത്തി അവിടെ നിന്ന് അതാ കുറച്ച് കടല പുഴുങ്ങിയത് തിന്നാണ്. ഇതെന്തായാലും വിശ്വസിച്ച് കഴിക്കുക, വലിയ കുഴപ്പമുണ്ടാവില്ല. ഇത് നേപ്പാളത്തെ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ആട്ടോ. ഇത് പല രീതിയിൽ കഴിക്കാം നമുക്ക്. ഇത് വേക്കലുണ്ടല്ലേ, സൂപ്പായിട്ട് കഴിക്കാം, ഫ്രൈ ആയിട്ട് കഴിക്കാം. അതേപോലെ തന്നെ ഇത് ക്രഷ് ചെയ്തിട്ട് നമുക്ക് അപ്പം തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ. ഇത് ഇവിടുത്തെ 20 റുപ്യ വരുന്നത്, ഏകദേശം നമ്മുടെ നാട്ടിൽ 12.50 വരും. ഞാൻ അത് പച്ചയ്ക്ക് തന്നെ കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഒരു സ്ഥലത്തെത്തിയപ്പോൾ
ഇവിടെ വേറെ വണ്ടിയിൽ കയറാൻ പറഞ്ഞിട്ടോ. അപ്പം നമ്മൾ വന്ന വണ്ടി അതായിരുന്നു. ഇനി നമ്മളിതാ ബിർഗഞ്ചിലേക്ക് ഈ വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ഹൈറ്റ് ഔഡ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇവിടെ നിന്ന് ബിർഗഞ്ചിലേക്ക് 52 കിലോമീറ്റർ ഉണ്ട്. വേറെ വണ്ടിയിലാണ് പോകുന്നത്. നമ്മുടെ വണ്ടി അവിടെ വരെ ഉള്ളൂ. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ ബിർഗഞ്ചിലേക്ക്. അപ്പോൾ അവർ എന്നെ ഈ വണ്ടിയിലേക്ക് മാറ്റി കയറ്റി തന്നു. നമ്മള് ഹെറ്റ് ഔട്ട് നമ്മൾ സ്ഥലം കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ തന്നെ നല്ല നാഷണൽ ഹൈവേ ആണ് കേട്ടോ. നല്ല അടിപൊളി റോഡാണ്. ഈ ഹൈവേൻ്റെ പേര് ത്രിഭുവൻ ഹൈവേ എന്നാണ് കേട്ടോ. അടിപൊളി ഹൈവേ ആണ്. ഗായ്സ് ബെസ്റ്റ് ടൈമാണ്. ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ ഉണ്ട് ബിർഗഞ്ചിലേക്ക്. പഞ്ചറായിട്ടോ ടയർ കണ്ടേ. ഒന്നും പറയാനില്ല, നല്ല ടൈമാണ്. എൻ്റെ ബാഗ് കണ്ടില്ലേ, ഒന്നും പറയാനില്ല, നല്ല ബെസ്റ്റ് ടൈമാണ്. അതാണ് ഡ്രൈവർ, മൂപ്പര് കിളി പോയി നിൽക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാതെ ഇതോ നമ്മളെ വണ്ടിയിൽ ജാക്കിയൊന്നുമില്ല. ഒരു വണ്ടി നിർത്തിയപ്പോൾ അവിടുന്ന് ജാക്കിയൊക്കെ വാങ്ങി. ഏകദേശം ഇപ്പോൾ 15 മിനിറ്റായിട്ടാണ് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഒരനക്കുമില്ല. ഡ്രൈവർ ഇങ്ങനെ പൊട്ടം കളിക്കുന്നുണ്ട്. സ്റ്റെപ്പിന് ടയർ പോവുകയാണ് കേട്ടോ. അപ്പോഴാണ് സ്റ്റാൻഡറും ജാക്കിയൊക്കെ കിട്ടിയത്. എങ്ങനെയൊക്കെയോ ഇതാ ടയർ ചേഞ്ച് ചെയ്ത് ഒപ്പര വണ്ടിയിൽ ജാക്കിയും ഇല്ല, ഒരു കോപ്പും ഇല്ല. അപ്പോൾ ഗൈസ് ഞാൻ ബിർഗഞ്ച് എത്തി. ഇവിടുന്ന് റെക്സോളിലേക്ക് പോവാണ്. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഓട്ടോ കിട്ടിയിട്ടോ. അപ്പം ഇന്ത്യ ബോർഡർ വരെ കിട്ടുമെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വേറെ വണ്ടി നോക്കണം. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ നേപ്പാളിനോട് വിട പറയാൻ പോവാണ്. നേപ്പാളിൻ്റെ എൻട്രി ആയിട്ടുള്ള ശങ്കരാചാര്യ ഗേറ്റിൻ്റെ അടുത്ത് ഞാൻ എത്താനായി. നമ്മളങ്ങനെ ശങ്കരാചാര്യ ഗേറ്റിൻ്റെ അടുത്തെത്തി. നമ്മളിനി ഇന്ത്യയിലേക്ക് കയറാൻ പോവാണ്. അല്ലേ, ഐ ലവ് ബിർഗഞ്ച് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ നേപ്പാളിനോട് വിട പറയുകയാണ്, വീണ്ടും വരാമെന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെയൊക്കെ ചെക്കിങ് ഉണ്ട് കേട്ടോ. वो मेरा कैमरा है। മെഡിസിൻ ഗൈസ്, അവിടെ ഒരു ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ബാഗൊക്കെ നോക്കി നമ്മളിതാ ഇന്ത്യയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അപ്പോൾ ഗൈസ് ഞാനിപ്പം ഇന്ത്യൻ്റെയും നേപ്പാളിൻ്റെയും ഇടയിലാണ്. അപ്പോൾ എൻ്റെ ബാക്കിലാണ് ഇന്ത്യൻ്റെ കസ്റ്റം ഓഫീസ്. അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല. അപ്പോൾ ഞാനിനി അങ്ങോട്ട് പോവാണ്. അവിടെയാണ് ശങ്കരാചാര്യ ഗേറ്റ്, ബാക്കിലാ കാണുന്നത്. അപ്പം നേപ്പാളിനോട് ഇവിടെ പറഞ്ഞിട്ട് ഞാൻ അതാ ഇന്ത്യയിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ ഇന്ത്യയിലേക്ക് കയറിട്ടോ. വീണ്ടും 13 ദിവസത്തിന് ശേഷം വീണ്ടും ബീഹാറിലെ റെക്സോളിലേക്ക് കയറി. റെക്സോൾ നിങ്ങൾക്ക് അറിയാലോ, എൻ്റെ സ്വന്തം വികാസ് ജി ഉണ്ട്. പക്ഷേ ഇന്ന് വികാസ് ജി ഇവിടെ ഇല്ല. വികാസ് ജീൻ്റെ ബ്രദറിൻ്റെ കല്യാണമായിട്ട് വികാസ് ജി നാട്ടിൽ പോയതാണ്. പക്ഷേ വികാസ് ജി എന്നോട് പറഞ്ഞാൽ എന്താ അറിയോ, ഞാനിവിടെ ഇല്ല വെച്ചിട്ട് നീ ഇങ്ങോട്ട് വരാതെ നിൽക്കണ്ട. ഞാൻ എൻ്റെ റൂമിൻ്റെ കീ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് കൊടുക്കുക. ഇവിടെ വന്നിട്ട് ഫ്രണ്ടിനെ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ വികാസ് ജീൻ്റെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ റെക്സോളിലെത്തി. അപ്പം എന്താ പറയുക, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോൾ ബോർഡറൊക്കെ ക്രോസ് ചെയ്ത് അവിടെ കസ്റ്റംസിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് സംസാരിച്ച് എവിടെ നിന്നാണ് വരുന്നത്, വീട് എവിടെയാണെന്നൊക്കെ. വേറെ ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് ചോദിച്ചു, ട്രക്ക് എന്തെങ്കിലും ചെയ്ത് വരികയാണെന്ന് ചോദിച്ച്.
അപ്പോൾ ഞാൻ നമ്മുടെ വീണ്ടും ഇന്ത്യയിലേക്ക് കാലുകുത്തി, നമ്മുടെ സ്വന്തം രാജ്യത്തിലേക്ക്. ഒരു 13 ദിവസം നേപ്പാളിലായിരുന്നു. പക്ഷേ നേപ്പാൾ അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഞാൻ വികാസിൻ്റെ റൂമിലേക്ക് പോവാണ്. ഇവിടുന്ന് കുറച്ച് പോവാണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുത്തെ അങ്ങാടിക്കൊന്ന് കണ്ടിട്ടുണ്ട് പോയായിരിച്ചു. എനിക്ക് റെക്സോൾ ബോർഡർ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ വീണ്ടും ഒരു ഓട്ടോറിക്ഷ കിട്ടി. 20 ഉറുപ്പിക്ക് ഞാൻ വികാസ്ജീൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് എത്തിട്ടോ. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാഠ്മണ്ഡുന്ന് ഞാൻ റെക്സോളിലെത്തി, വികാസ്ജീൻ്റെ വീട്ടിലാണ്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്, നാളെ വികാസ്ജി എത്തും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെയധികം മോശമായിട്ടുള്ള റോഡ് കൂടിയായിരുന്നു കേട്ടോ ഒന്ന് വന്നിരുന്നത്. കാരണം കാഠ്മണ്ഡുന്ന് റെക്സോളിലേക്കും പിന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ രാത്രിയാണ് കൂടുതലായിട്ട് ബസ് ഉള്ളത്. പകൽ സമയങ്ങളിൽ വളരെയധികം ബസ് കുറവാണ്. അപ്പം ഞാനിന്ന് വന്ന വഴി അത്രയും ഡേഞ്ചറായിട്ടുള്ള വഴിയാണ്. പിന്നെ വണ്ടിയുടെ ടയർ പഞ്ചറായി, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നേപ്പാളിൽ നിന്ന് അവസാനം ഞാനിതാ ഇന്ത്യയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൊണ്ടാണ് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.